ഭരണപരിചയം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡമല്ലെന്ന് വി ഡി സതീശൻ. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സതീശന്റെ അഭിപ്രായം. നേതാവിന് കാഴ്ചപ്പാടാണ് പ്രധാനം. ടീം കെട്ടിപ്പടുക്കാൻ കഴിവുണ്ടാകണം. ജൻസിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പാർട്ടികൾ സംസാരിക്കണമെന്നും അഭിമുഖത്തിൽ സതീശൻ പറയുന്നു. BS-നെയും മോദിയുടെയും ചൂണ്ടിക്കാട്ടിയാണ് സതീശന്റെ അഭിമുഖം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശന്റെ പേരുയർന്നു വരുമ്പോൾ അതിൽ ഏറ്റവും അധികം അദ്ദേഹത്തിന് അല്ലെങ്കിൽ താഴ്ത്തിക്കൊണ്ട് പറയുന്നത് അദ്ദേഹം ഭരണപരിചയം ഇല്ല എന്നുള്ള കാര്യമാണ്. ഭരണപരിചയമുള്ള ആളുകൾ വരണമെന്ന് പല സമുദായ നേതാക്കന്മാരടക്കം വന്ന് മൈക്കിന് മുന്നിൽ നിന്ന് പറയുന്നത് കണ്ടതാണ്. അപ്പോൾ അതിനൊരു മറുപടി കൂടിയാണോ വി ഡി സതീശൻ ഈ ദേശീയ പാർട്ടിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്? അജിൽസി, തീർച്ചയായും കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇന്നൊരു ഇംഗ്ലീഷ് പത്രത്തിന് വി ഡി സതീശൻ ഈ ഒരു അഭിമുഖം നൽകുകയും ഈ ഭരണപരിചയം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡമല്ല എന്നുള്ളൊരു കാര്യം വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് ഈ സംഘടനാ ദൗർബല്യമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയായത് എന്നുള്ളൊരു കാര്യം കൂടി വി ഡി സതീശൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് ആരെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അത്തരമൊരു കാര്യം സതീശൻ പറഞ്ഞത് എന്നുള്ളൊരു ചർച്ച കൂടി ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളുണ്ട്. അസമിൽ ഉൾപ്പെടെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായി. ആ തിരിച്ചടിക്ക് കാരണമായത് സംഘടനാ ദൗർബല്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി വി ഡി സതീശൻ ഈ അഭിമുഖത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ BS-ന്റെയും മോദിയുടെയും ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകുകയും ചെയ്തത്. അതാണ് ഈ ഭരണപരിചയം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ഒരു മാനദണ്ഡമല്ല എന്നുള്ളൊരു കാര്യം വി ഡി സതീശൻ പറയുന്നത്. നേതാവിന് കാഴ്ചപ്പാടാണ് പ്രാധാന്യം. ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി വി ഡി സതീശൻ പറയുന്നുണ്ട്. ടീം കെട്ടിപ്പടുക്കാൻ കഴിവുണ്ടാകണം. കഴിവുള്ളവർക്ക് മാത്രമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അഭിമുഖത്തിനിടയിൽ വി ഡി സതീശനോട് ചോദിച്ചിരുന്നു. എന്നാൽ ആ ചോദ്യം സാങ്കല്പികമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു മറുപടി മാത്രമാണ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തത്. ഒപ്പം ഈ ജൻസിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പാർട്ടിയിൽ സംസാരിക്കണം, എന്നാൽ മാത്രമേ ഇത് പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി അഭിമുഖത്തിൽ വി ഡി സതീശൻ പറയുന്നുണ്ട്. ശരി, ഭരണപരിചയമല്ല ഒരു മാനദണ്ഡം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് വി ഡി സതീശൻ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്.